മറിയക്കുട്ടി, അമ്മച്ചിയുടെ മറിയക്കുട്ടി എന്തിനാ കരയുന്നേ? പറഞ്ഞിട്ടില്ലേ കരയരുതെന്ന്? കരയേണ്ടി വന്നാൽ എന്തു ചെയ്യണമെന്ന് അമ്മച്ചി പറഞ്ഞു തന്നിട്ടില്ലേ? കരഞ്ഞതല്ല, കരയിപ്പിച്ചതാ എല്ലാരും ചേർന്ന്. മോൾ അത് കണ്ടോ?
ആ സെമിത്തേരിയാണ് നമ്മുടെ ലോകം. അവിടെ വന്ന് അകപ്പെട്ടു പോയിട്ടുള്ള പെണ്ണുങ്ങളാണ് നമ്മൾ. അപ്പച്ചൻ അമ്മച്ചിയും കൊണ്ട് ഇവിടെ വന്ന് താമസാക്കുമ്പോൾ അമ്മച്ചിക്ക് അറിഞ്ഞൂടായിരുന്നു അപ്പച്ചൻ്റെ ജോലി എന്താണെന്ന്. കർത്താവാണ് സത്യം, അറിഞ്ഞൂടായിരുന്നു. എൻ്റെ അപ്പച്ചൻ മരിക്കുമ്പോൾ എനിക്ക് വയസ്സ് 27. വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതിരുന്ന കാലം. അപ്പോഴാ തൊമ്മിച്ചൻ്റെ വരവ്. ഉണ്ടായിരുന്ന തന്ത ചത്തുപോയിട്ട് മാസം 6-7 ആയില്ലേ. ഇപ്പൊ എത്ര മാസത്തെ വാടക കുടിശ്ശിക തരാനുള്ളേ? പോട്ടെ, അത് വേണം ഞാൻ വേണ്ടെന്ന് നോക്കാം. പക്ഷേ ഒരു പെണ്ണിനെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ പറ്റത്തില്ല. ഇതാ കൊച്ചേ, കണ്ണിച്ചോരയില്ലാതെ ഇറക്കി വിട്ടു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാതിരിക്കാനാ ഞാൻ ആണൊരുത്തിനെ കൂട്ടിക്കൊണ്ടുവന്നേ. ദൂരെ എവിടെയോ പള്ളിയിൽ അവനൊരു പണിയുണ്ട്. നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. എടാവേ, എന്താടാ നിന്റെ പേര്? ഓ, വേണമെങ്കിൽ സേവിന്ന് വിളിച്ചോ. ആ, കേട്ടല്ലോ, സേവി. നിന്റെ പണി എന്തുവാടാ? മരണങ്ങളുള്ള കാലത്തോളം പിന്നെ ഞാൻ മരിക്കോളം ഒക്കെ പട്ടിണി ഇല്ലാണ്ട് കിടക്കാം. സൗകര്യം ഉണ്ടെങ്കിൽ വരാൻ പറയാതെ വെച്ചോ, ഞാൻ പോവാ. നിക്കടാവേ. മോളെ, വേറെ ഗതിയില്ലാത്തത് കൊണ്ടാ നീ ആ കെട്ടുമെടുത്ത് അവന്റെ കൂടെ ചെല്ല്. മൂന്ന് ദിവസം എടുത്തു ഇവിടെ എത്താൻ. ഇന്നാള് പറഞ്ഞപ്പോ 2 ദിവസം എന്നാള് പറഞ്ഞേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ല മറിയക്കുട്ടി. ഇല്ല, 3 തന്നെ. അമ്മച്ചി പറ. ബസ്സിലും ജീപ്പിലും നടന്നും ഒക്കെ ഞങ്ങള് ഒടുവിൽ ഇവിടെ എത്തി. ഈ സെമിത്തേരിയും തെമ്മാടിക്കുഴിയും ഇവിടുത്തെ ഈ വീടും ഒക്കെ എനിക്കൊരു പുതിയ ലോകമായിരുന്നു. ഈ വീട്ടിൽ വന്നതിന് ശേഷം മാത്രമാണ് സേവിച്ചൻ അത്ര പ്രധാനമായ ഒരു കാര്യം പോലും എന്നോട് ചോദിക്കുന്നത്. അതും മറപ്പുരയിൽ നിന്നോട്ടെ. നീ അവിടെ ഇല്ലേ? എന്തുവാടി നിന്റെ പേര്? ആഗ്നസ്. എന്തോന്ന്? ആഗ്നസ്. ഓ, അതൊന്നും എന്റെ വായിക്കൊള്ളുകയല്ല. എനിക്ക് തോന്നി ഞാൻ വിളിക്കും. നീ ആ ആണി തൂക്കിയിരിക്കുന്ന ഉടുപ്പൊക്കെ എടുത്തേ. എടുത്ത് തരണുണ്ടോ? ഇല്ല ഞാൻ അങ്ങോട്ട് കയറി വരണോ? ഞാൻ ജോസപ്പൻ കപ്പിയാര്. ഒന്ന് കാണാൻ വന്നതാ. കുളിക്ക? സേവിയല്ല, കൊച്ചിനെയാ. അവന് പെണ്ണ് കിട്ടിയെന്ന് കേട്ടു. ആള് കൊള്ളാന്ന് വർത്താനമുണ്ട്. ഒന്ന് കണ്ടിരിക്കണമല്ലോ. പ്രത്യേകിച്ചും സേവിയുടെ കൂടെ പൊറുക്കാൻ തൻ്റെ ഇടം കാണിച്ച ഈ പെണ്ണിനെ. കേട്ടത് തെറ്റല്ല, കൊള്ളാം. ഞാനാടാ ജോസപ്പൻ കപ്പേരാ. മണി കേട്ടു, ഞാനങ്ങടെ എത്തിയേക്കാം.
എന്താടി കൊച്ചേത്? ആ തുണിയും കെട്ടിപ്പിടിച്ച് നിൽക്ക. ശവക്കുഴി തോണ്ടുമ്പോൾ സേവ് ഇടുന്ന തുണിയായത്. വെറും കുഴി തോണ്ടലല്ല, പഴയ കല്ലറ പൊളിച്ച് അതിലെ എല്ലും തലയൊട്ടിയൊക്കെ വാരിക്കളഞ്ഞ് വൃത്തിയാക്കി അതിലടുത്തവനെ കുഴിച്ചിടുന്ന പണിയാ അവൻ്റേത്. വല്ല കാര്യമുണ്ടോ കൊച്ചേ അവൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ? തണുക്കുന്നു അമ്മച്ചി. അതൊന്നും സാരമില്ല. ഞാൻ പോയി കുറച്ച് ചകിരി എടുത്തിട്ട് വരാം. ചകിരിയൊന്നും വേണ്ട. പൊടി എവിടുന്ന? ആരാ? എന്താണ് സാത്ത? മറിയക്കുട്ടി ഒന്നും ഇല്ല ഇവിടെ. പൊയ്ക്കോ വേഗം. എല്ലാവർക്കും ഭ്രാന്ത, ഇവന് മാത്രമൊന്നുമല്ല. കൈ ഇങ്ങോട്ട് താ. എന്നൊന്ന് കണ്ടുവെന്ന് വെച്ച് എന്താ അമ്മച്ചി കുഴപ്പം? അങ്ങനെ ഇപ്പൊ ആരും കാണണ്ട. പെണങ്ങല്ല അമ്മച്ചി. അമ്മച്ചി പറ, അപ്പച്ചൻ എപ്പോഴാ പേര് വിളിച്ചത്? ആഗ്നസേന്ന്. അങ്ങനെയല്ല വിളിച്ചത്. ഈ മൺവെട്ടി എടുത്ത് അങ്ങോട്ട് വെക്ക്. കുളിക്കാതെ അത് കയറുന്നില്ല. അവനെന്നെ പുച്ഛമായിരുന്നു ആ ജോൺ വർഗീസ്. ഓരോ വെട്ടും അവന്റെ നെഞ്ചത്താണ് ഞാൻ വെട്ടിയത്. എല്ലാം കൂടി വാരി കൂട്ടിയപ്പോ ഒരു പിടി എല്ല് കൊണ്ടുപോയി കളഞ്ഞ് ഞാൻ തെമ്മാടിക്കുഴിയില്. എന്നിട്ട് ഞാൻ അവിടെ എന്റെ ചങ്ങാതിയെ കിടത്തി. ഇതങ്ങോട്ട് പിടിച്ചോ, അതടുത്ത ആണിയിൽ തൂക്ക്. ശവം തോണ്ടുന്നവൻ, ശവം കുഴിച്ചിടുന്നവൻ, അങ്ങനെയൊന്നും കരുതിയില്ല അല്ലേ? പട്ടിണിക്കൊന്നും ഇടില്ല ഞാൻ. പറ്റുമെങ്കിൽ സ്നേഹിക്ക്. നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ തുണി മാത്രമല്ല, നിന്റെ അപ്പച്ചനെ. എന്നിട്ടൊന്നുമില്ല, നീ ഈ പരുവായി. അപ്പച്ചൻ കാണാൻ എങ്ങനെ? സുന്ദരനായിരുന്നോ? സുന്ദരൻ എന്ന് പറയാൻ നീ ആരെ കണ്ടിട്ടുണ്ട്? ഓരോരോ ചോദ്യങ്ങള്. എനിക്ക് പേടിയാ നിന്റെ അപ്പച്ചൻ പോയ പിന്നെ. വെറുക്കപ്പെട്ടവരാ നമ്മൾ. ആ വെറുപ്പ് എല്ലാവർക്കും ഇഷ്ടം. എന്റെ അപ്പച്ചൻ വരും അമ്മച്ചി. വരുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പോവാൻ നേരം. സേവിച്ചാ കേട്ടില്ലേ? ഓ
ആരോ വിഷം കഴിച്ചു എന്ന് കേട്ടായിരുന്നു. ചത്തുണ്ടാവും. അപ്പൊ എന്ത് തെമ്മാടിക്കുഴിയാ. ഡേ മറിയക്കുട്ടീന്റെ നെഞ്ചത്ത് കിടക്ക. ഒന്നെടുത്തേ. എന്തൊരു അറിയാമോ കുട്ടി. അമിച്ചു വന്നിട്ടോ. ഡേ ഒരു കട്ടറിങ് എടുത്തു. മാറുപൂച്ച. അതെ, തൂമിച്ചത്ത് വക്കീല കുഴിയ ഇന്ന് മാന്തേണ്ട സേവിക്ക്. തെമ്മാടിക്കുഴിയിൽ കഷ്ടം തന്നെ നിന്റെ കാര്യം. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ വിട്ടുമുള്ളടുത്ത് പറഞ്ഞ് സമ്മതിപ്പിച്ചത്. മുതലാളിയുടെ ഗസ്റ്റ് ഹൗസിൽ അത്യാവശ്യം തൂപ്പും തുറപ്പായിട്ട് നീ അങ്ങ് കുടിക്കോ? അതെ, വാച്ചിലായിട്ട് ഞാൻ ഗസ്റ്റ് ഹൗസിൽ തന്നെ കാണും. അപ്പൊ കൊച്ചൊന്നും പേടിക്കുകയും വേണ്ട. സേവി നിനക്കൊരു രക്ഷയാവും. വാച്ചർക്ക് അറിയാം ഗസ്റ്റ് ഹൗസിൽ മാത്രം കാവൽ നിന്നാ മതി. തെമ്മാടിക്കുഴിയിൽ വന്ന് എന്റെ കെട്ടിയോ കാവൽ നിൽക്കണ്ട. ആകെ ഞാൻ ഇറങ്ങാം. ശവന്തിനി പോയോ? നീ എന്തു പറയുന്നു? സേവിച്ച അടുക്കളയിൽ ഒന്നുമില്ല. മൊത്തം തീർത്തിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. കുറെ നാൾ കൂടി കിട്ടിയ പണിയാ. വരുന്നോ തെമ്മാടിക്കുഴിയിലേക്ക്? കുഴി മാന്തി എല്ലും കൂടും തലയോട്ടി ഒക്കെ പുറത്തെടുക്കുന്നത് കാണാം. നല്ലതാ പഠിക്കുന്നേ.
നാശം. ഉള്ള തേങ്ങയും കൂടി ശവന്തീനി കൊണ്ടുപോയി. ആകെ ഇതെങ്ങനെ എടുത്ത് വെച്ചേ? ആകെ ആ ഇതെങ്ങനെ എടുത്ത് വെച്ചേ? ഞാനിപ്പോ വരാം. എവിടെ പോവാ? കുളിക്കുന്നില്ലേ? ഞാൻ പുഴയെ കുളിച്ചാ വേറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. ഇന്ന് കുടിച്ചിട്ടുണ്ടല്ലേ? ഞാൻ പോയിട്ട് വരാം. സേവിച്ചാ, സേവിച്ചാ. സേവിച്ചാന്ന് ഉറക്കെ വിളിച്ചതാ ഞാൻ. ആര് കേൾക്കാൻ, ആര് മറുപടി പറയാൻ? വർഷം 13 അന്ന് തൊട്ട് ഇന്ന് വരെ 2 പാത്രം കഞ്ഞി ഞാൻ എടുത്തു വയ്ക്കും രാത്രിയിൽ. അപ്പച്ചൻ രാത്രിയിൽ വന്നു, കുടിച്ചതിൻ്റെ ബാക്കി എനിക്ക് തന്നൊക്കെ ഞാനങ്ങ് സങ്കല്പിക്കും മോളെ. ഇങ്ങനൊരു മനസ്സിലിരിപ്പ് അമ്മച്ചി ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇത് ചതിയാ. പ്രതീക്ഷയല്ലേ മോളെ ഇത്? എന്നെങ്കിലും മോളുടെ അപ്പച്ചൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഇത്രയെങ്കിലും വേണ്ടേ നമുക്ക്? മോള് കഞ്ഞി കുടിക്കും. ഉറങ്ങിയില്ലായിരുന്നു. സേവിച്ച് അടിവാരത്ത് വെച്ച് ഞാൻ കണ്ടായിരുന്നു. എവിടെയോ പോണെന്ന് പറഞ്ഞു. ഇതിവിടെ ഏൽപ്പിക്കാൻ തന്ന കുറച്ച് സാധനങ്ങളാ. ദാ, ആ മേടിച്ചോ. നല്ല പൂസായിരുന്നു. വേറെ എവിടെയെങ്കിലും ചേക്കൊണ്ടാവനെ. മറിയക്കുട്ടിയുടെ മോളെ വിളിക്കണല്ലേ? ഇവിടെ തനിച്ചിരിക്കാൻ പേടിയാവണുണ്ടോ? ഞാൻ കൂട്ടിരിക്കട്ടെ. വേണ്ട, കറിയച്ച പൊക്കോ. അപ്പോ ഞാനിവിടെ നിൽക്കണ്ട അല്ലേ? ഗസ്റ്റ് ഹൗസിൽ ചെന്ന് കണ്ണിലൊന്ന് ആവി പിടിക്കണം. കമ്പ് കൊണ്ടതാന്നേ. ആ നേഴ്സ് പെണ്ണെന്തോന്ന് തേച്ച് തന്നേ ഉള്ളൂ. നല്ല വേദന. പിന്നെ അതെ, എന്ത് ആവശ്യമുണ്ടെങ്കിലും ഗസ്റ്റ് ഹൗസിലോട്ട് വരാൻ മടിക്കണ്ട. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഇനി സമയമുണ്ടല്ലോ. അത് മാറ്റി വെച്ചിട്ട് നീ കിടക്കാൻ നോക്ക്. നിന്നെ അക്ഷരം പഠിപ്പിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. പിന്നെ ആകെ പഠിപ്പിച്ചത് മലയാളമല്ലേ? ഇതിൽ എഴുതിയേക്കുന്ന പലതും വായിക്കാൻ പോലും അറിയില്ല എനിക്ക്. എനിക്കറിയണതല്ലേ നിന്നെ പഠിപ്പിക്കാൻ പറ്റൂ. അത്രയൊക്കെ മതി. പഠിച്ചിട്ടിപ്പോൾ എന്തിനാ? നിന്റെ അപ്പച്ചനൊന്ന് വന്നിരുന്നെങ്കിൽ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവായിരുന്നു. ചിലപ്പോൾ അപ്പച്ചനാണെങ്കിലോ? ആ, നീ ഇവിടെ ഇരിക്കേ.
ഞാൻ നോക്കാം. ആരെങ്കിലും ചത്തിട്ട് നാള് കുറെ ആയില്ലേ? പണിയില്ലാണ്ട് എങ്ങനെയാ? കുറച്ച് ദോശ ഇറച്ചിയാ വാങ്ങിച്ചോ. സ്നേഹം കൊണ്ട് വാങ്ങിച്ചോട്ടുന്നാ പട്ടിണി കിടക്കണ്ട. പട്ടിണി കിടന്നാലും കുറച്ച് മുളക് പൊടി ഞാൻ ബാക്കി വെച്ചേക്കും. അതെന്തിനാ? നിന്റെയൊക്കെ മുഖത്തേക്ക് കലക്കി ഒഴിക്കാൻ. പോടാ, പാതിരാത്രി ആകുമ്പോ ഇറങ്ങിക്കോളും. നല്ല വിശപ്പുണ്ട്. അതെനിക്കിതാ, അതെനിക്കിതാ, അതെനിക്കിതാ. നിനക്ക് നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. മുറി കാണില്ല. ഇത് കൊടുക്കും. മോള് പേടിച്ചോ? അമ്മച്ചില്ലേ കൂട്ടിന്? അമ്മച്ചിക്ക് കൂട്ടിനീതാ. എന്നെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷ അതുകൂടി ഇല്ലാതെ. അപ്പച്ചനെ ഏൽപ്പിച്ചു പോയ രക്ഷപ്പെടലിന്റെ വഴി ആ തകരപ്പെട്ടിയില്ലേ? എവിടെ നോക്കാനാ പറഞ്ഞത് ചായ? നീ ആ മൂലയിരിക്കുന്ന തകരപ്പെട്ടി തുറന്നു നോക്ക്. എന്ത് കുന്ത ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഈ കത്തിയാണോ പറഞ്ഞത്? ആ, ഞാൻ ഇല്ലാത്തപ്പോഴൊക്കെ നിന്റെ തലയിണ കീഴിലുണ്ടാകണം. എന്നിട്ടും മാനം രക്ഷിക്കാനായില്ലെങ്കിൽ ഇതുകൊണ്ട് ജീവൻ തന്നെ അങ്ങ് രക്ഷിച്ചോളൂ. അമ്മച്ചി എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നത്? എന്തോ ഒരു പേടി, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ. മതി, ഇനി ഒന്നും പറയണ്ട. അമ്മച്ചിയുടെ ഒപ്പം ഞാനും വരും. അതിനെളുപ്പം മോളെ. ജീവിക്കാനാ പാട്. ജീവിക്കണം. മാനം പോവെന്ന് തോന്നുന്ന അവസാന നിമിഷം വരെ അവസാന ആശ്രയം മാത്രമായിരിക്കണം ഈ വിഷക്കുപ്പി. ആ ഒരു ഉറപ്പിൽ അമ്മച്ചി ഇത്രയും കാലം ജീവിച്ചത്.
മോളെ മറിയക്കുട്ടി, എണീക്ക്. നമുക്കൊരിടം വരെ പോയിട്ട് വരാം. അപ്പച്ചൻ ഇന്നലെയും വന്നില്ലേ അമ്മച്ചി? ഇല്ല മോള് വാ വാ. അമ്മച്ചി ഇതിനു മുമ്പ് എന്നെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അന്ന് അപ്പച്ചനുണ്ടായിരുന്നു കൂട്ടിന്. ഇന്ന് നമ്മൾ തനിച്ചല്ലേ. മരിച്ചു പോയവരൊക്കെ എന്തിനാ അമ്മച്ചി കുഴിച്ചിടുന്നേ? മുളയ്ക്കാനാ? മുളക്കാനല്ല, ഒരിക്കലും മുളക്കാതിരിക്കാനാ. അവിടുത്തെ ഊഴം ഇവനാ ഇവനാ ഇവനാ. ആ പിന്നെ ഇനി ആര് ചത്താലും ഇതിനുള്ളിലെ പഴയവനെ മാറിക്കളഞ്ഞ് അതിന് വേണം പുതിയവനെ കിടത്താൻ. അതാ നിയമം ഇടവക്കാര് പറയുന്നേ. വന്നൂടായിരുന്നോ സെവിയുടെ കൂടെ? കാണായിരുന്നല്ലോ ശവം തോട്ടുന്നത്. വിശപ്പിന് വിശക്കുന്നു വിശക്കുന്നു. അടുത്ത ഇവനാ ഇവനാ ഇവനാ. എന്താ ആഗ്നസേ? പീറ്റർ അച്ഛൻ. ഞാൻ വിളിക്കാം, നീ ഇവിടെ നിൽക്ക്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. എന്താ ആഗ്നസേ? സേവിച്ചം പോയിട്ട് ഇന്ന് 7 ആയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അച്ഛോ. ഞാനിപ്പോ എന്താ ആഗ്നസേ പറയണ്ടേ? നീ വിഷമിക്കണ്ട, അവൻ വരും. ആഗ്നസേ, ഇത് വെച്ചോ. വേണ്ട അച്ഛോ, സേവിച്ചം കറിയാച്ചൻ്റെ കയ്യിൽ കൊടുത്തയച്ച് ഇത്തിരി അരിയിരിപ്പുണ്ട്. ആ മോളെ. എനിക്ക് അങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല. കണ്ണ് ചീഞ്ഞ അളിഞ്ഞുപോയി. അന്ന് കമ്പ് കൊണ്ടതേ. അതെ, നിന്റെ വീട്ടിലേക്കൊന്ന് വരാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഏതായാലും അവനില്ലല്ലോ അവിടെ. സൈമon മല്ലി എന്തായി പറയണേ? ഇനി എന്ന് വേണേലും പോവാല്ലോ. മോളെ ആരെയും കാണിക്കാതെ വളർത്തുന്നു. അമ്മയെ പോലെ തന്നെ. നീ നാളെ ഗസ്റ്റ് ഹൗസിലേക്കൊന്ന് വന്നേ, ഒരു പണി ഞാൻ തരാം. മനസ്സിലായില്ലേ? സൈമon മലയാളി വലിയ മനസ്സാ പുള്ളിക്ക്. ബ്രിട്ടേ പോലൊന്നുമല്ല. തൽക്കാലം നീ ഇതങ്ങ് വെച്ചേ, ബാക്കി എന്താന്ന് വെച്ച് ചെയ്യാം. വേണ്ട. എന്താ മുരളി ഇത്? എന്നാലും രാത്രി അങ്ങോട്ടല്ലേ പോണേ? മുരളി ഇങ്ങോട്ട് വാ, നമുക്ക് പോവാം. അഗ്നസേ, മുതലാളി രാത്രിയൊക്കെ വരും. ഞാനും
അപ്പന് പറക്കാത്ത പണി നീ കാണിക്കുന്നു കറിയ പറഞ്ഞിരുന്നു. ആർക്ക് കൊടുക്കാനാടി നീ ഇതിങ്ങനെ പൊതിഞ്ഞും കെട്ടിക്കൊണ്ട് ഓടുന്നേ? എന്നെ ഉപദ്രവിക്കരുത്. എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം ഞാൻ. അതെങ്ങനെ ശരിയാവും കറിയാ? ഇവളുടെ കെട്ടിയോൻ പലപ്പോഴും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പണം തിരിച്ചു കിട്ടാതെ ഇവളെങ്ങ് വിടാൻ പറ്റൂ? സേവിച്ചം കടം വാങ്ങിയതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഓ, അത് നീ അറിയാത്തോണ്ടാ നിന്നെ അറിയണമെന്ന് മുതലാളി പറയണത്. ഒന്നെങ്കിൽ എന്റെ പണം, അല്ലെങ്കിൽ നീ. രണ്ടിലൊന്ന് എനിക്ക് വേണം. ആ, തിരിച്ചു പോവണേ. എന്താ വേണത്തെ നേരം വെളുത്തിട്ട് തീരുമാനിക്കാം. തിരിച്ചു പോണെന്ന് പറഞ്ഞാ തിരിച്ചു പോക്കോണം, ഇല്ലെങ്കിൽ മൂക്കി കൊല്ലും ഞാനതില്. ഇവന്റെ കുരുപ്പിന് തണുപ്പുമില്ലേ? ചൂട് ചൂട്, പിന്നെ നല്ല വിശപ്പുണ്ട്. ഒന്ന് പോടാ. ഡേ, നിന്ന് കാല് കഴിക്കണ്ട, വേഗം തിരിച്ചു നടന്നോ. ഇനി നിനക്കൊരു രക്ഷപ്പെടലില്ല ആഗ്നസേ. തിരിച്ചു പോടി. മാനം രക്ഷിക്കാനായില്ലെങ്കിൽ ഇതുകൊണ്ട് ജീവൻ തന്നെ അങ്ങ് രക്ഷിച്ചു. ഞാൻ ഇല്ലാത്തപ്പോഴൊക്കെ നിന്റെ തലയുടെ കീഴിലുണ്ടാകണോ? അമ്മച്ചി, 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 എനിക്ക് വിശക്കുന്നു അമ്മച്ചി, എനിക്ക് വിശക്കുന്നു. മോള് കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോ. അപ്പോഴേക്കും അമ്മച്ചി കഞ്ഞി ഉണ്ടാക്കി തരാം കേട്ടോ.
ആഗ്നസേ, കൂട്ടമണി കേട്ടായിരുന്നോ? സേവി പോയതിനു ശേഷമുള്ള ആദ്യത്തെ മരണം. അവനുണ്ടായിരുന്നെങ്കിൽ എത്തേണ്ട സമയം കഴിഞ്ഞു. മരണം അറിഞ്ഞതും പ്രമാണിമാര് കൂടിയിട്ടുണ്ട്. സേവിക്ക് പകരാരാന്ന് ചർച്ച ചെയ്യാൻ. നിസ്സഹായനാണ് ഞാൻ. പകരക്കാരൻ വന്നാൽ നീ വീടൊഴിഞ്ഞു കൊടുക്കേണ്ടി വരും. നിന്നെ ഇവിടുന്ന് വിടാതിരിക്കാനായേ കടത്തിന്റെ കണക്കുണ്ട് എല്ലാവരുടെയിലും. പണമല്ല എല്ലാവർക്കും വേണ്ടത്. പാപഭാരം നിറഞ്ഞ ശരീരത്തിന്റെ മോക്ഷത്തിനുള്ള വഴിയായിട്ടാ ഞാൻ കല്ലറ കാണുന്നത്. പക്ഷെ അത് ഒരുക്കുന്നവരെ അയിത്തത്തോടെ കാണുന്ന സമൂഹ നമ്മുടെ. നിന്റെ ശരീരത്തിനെ രക്ഷിച്ചു പിടിക്കാൻ ആ അയിത്തം നിനക്ക് തുണയായി നിൽക്കും. ഇവിടെ നടക്കുന്ന ഓരോ മരണവും നിനക്കുള്ള രക്ഷയാ. ഇപ്പൊ കല്ലറ വൃത്തിയാക്കി ഒരുക്കുന്നതിന് 200 ശമ്പളം, അതും പള്ളി വക. തീരുമാനം എന്തായാലും വേഗം വേണം. ശുശ്രൂഷ തുടങ്ങാറായി. ഞാൻ ഇറങ്ങാം. പുലിക്കോടന്റെ കല്ലറ അതാ പൊളിക്കേണ്ടത്. ഞാൻ ഇന്നലെ പുലിക്കോടന്റെ കല്ലറയില കിടന്നുറങ്ങിയത്. എനിക്കറിയായിരുന്നു ഇന്നത് പൊളിക്കുന്നത്. കൊച്ചിൽ അയാൾ എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. ദുഷ്ടനായാൾ ദുഷ്ടനാ. എല്ലാം മുട്ടി തലയിട്ടൊക്കെ പുറത്തെടുക്കുന്ന എനിക്ക് കാണണം. ആള് വരുന്നേ, ആള് വരുന്നേ, പുലിക്കോടന്റെ കല്ലറ പൊളിക്കാൻ ആള് വരുന്നേ, കല്ലറ പൊളിക്കാൻ ആള് വരുന്നേ.
ഇതാ വാ 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 ഇതാ 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 പൊളിക്ക് പൊളിക്ക് വെട്ടം പൊളിക്ക് 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 വെട്ടി പൊളിക്ക് അമ്മച്ചി അമ്മച്ചി കാരണം വഴിയും കാണത്തില്ല. അതെ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. കൊണ്ടുവരുന്നത് തന്നെ ഓസിനാ. പോകേണ്ട വഴിയെങ്കിലും ഒന്ന് പറഞ്ഞതാ. മഞ്ഞുമല പള്ളി എന്ന് പറഞ്ഞാൽ മതി. ആരോടെങ്കിലും ഒന്ന് ചോദിക്കോ? അത് ശരി. സ്വന്തം വീട്ടിലോട്ടുള്ള വഴി പോലും അറിയത്തില്ലല്ലേ? ഞാൻ ഈ വണ്ടിയുടെ ഡ്രൈവറൊന്നും അല്ല.
എനിക്ക് 5 പൈസയുടെ പ്രയോജനമില്ല. ആരെയും ഒന്നും കാണുന്നില്ലല്ലോ, ഒന്ന് ചോദിക്കാന്ന് വെച്ചാൽ മഞ്ഞ് കാരണം വഴിയും കാണത്തില്ല. മറിയക്കുട്ടി എന്താ ആലോചിക്കുന്നത്? സ്വപ്നം കണ്ടോ? എന്താ കണ്ടേ? ഞാൻ കണ്ടിട്ടില്ലാത്ത ഈ സെമിത്തേരിക്കും വെളിയിലുള്ള ലോകം. കുറെ ആളുകൾ, വായിച്ചു മാത്രം അറിഞ്ഞ പള്ളിക്കുടങ്ങൾ, പൂന്തോട്ടങ്ങൾ, പള്ളി, വണ്ടികൾ, കൂട്ടുകാർ. മതി, നിർത്ത്. എനിക്കൊന്നിനെയും കുറിച്ച് അറിയില്ല അമ്മച്ചി. എന്റെ മോള് ചെന്ന് അടുപ്പിൽ തീ അണയാതെ നോക്ക്. ചെല്ലേ, ഞാൻ കടയിൽ പോയിട്ട് വരാം. പോ, വാതിലടയ്ക്ക്. അമ്മച്ചി കത്തി എടുത്തില്ലല്ലോ. സന്തോഷമുള്ള കാര്യം പറയാനാ. മറിയക്കുട്ടി വാതിൽ തുറക്ക്. മറിയക്കുട്ടിയുടെ അമ്മച്ചി രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. മറിയക്കുട്ടി വാതിൽ തുറക്ക്. മറിയക്കുട്ടി, മറിയക്കുട്ടി വാതിൽ തുറക്ക്. മറിയക്കുട്ടി വാതിൽ തുറക്ക്. മറിയക്കുട്ടിയുടെ അമ്മച്ചി ചത്തു കിടക്കുന്നു. വാതിൽ തുറക്ക് മറിയക്കുട്ടി. ആരോ കൊന്നതാ, കൊന്നിട്ടതാ. മഴ നനഞ്ഞ് കുളിച്ചു കിടക്കുന്നു. ആരും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ഞാനാ കണ്ടത്. കാണിച്ചു തരാം. ബാബാ, ചപ്പാത്തിക്കുഴി, ചപ്പാത്തിക്കുഴി കടിച്ചു കൊന്നതാ.
മറിയക്കുട്ടി, മറിയക്കുട്ടി, നീ എന്താ ഈ കാണിക്കുന്നത്? എന്താ അത്? നീ എന്താ സ്വയം ഒടുങ്ങാൻ പോവാണോ? നിന്റെ അമ്മയെ പോലെ നിനക്ക് പോണോ തെമ്മാടി കുഴിയിലേക്ക്? ആശുപത്രി കയറ്റി വെട്ടി തുണ്ടാക്കാതിരിക്കാൻ നാട്ടുപ്രമാണിമാരുടെ കാല് പിടിച്ച് നിൽക്കുക ഞാൻ. നീ കൂടെ മരിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ഇവിടെ കിടക്കും.
പക്ഷെ നിന്റെ അമ്മച്ചിയുടെ ശരീരം തെമ്മാടിക്കുഴിയിലാ കൊണ്ടിട്ടിരിക്കുന്നത്. വെട്ടി മൂടാൻ ഒരാളില്ലാതെ അവിടെ കിടക്കും. കാട്ടുജീവികൾ ഓടി നടക്കുന്ന സ്ഥലമാ. അവറ്റകളെ കൊണ്ട് തീറ്റിക്കരുത് ആ പാവത്തിന്. തീരുമാനം ഇനി നിന്റേതാ. കാത്തു നിൽക്കുന്ന പ്രമാണിമാരെ ചെന്ന് കണ്ട് വേഗം വിവരറിയിച്ചു. അച്ഛോ, രണ്ടിലൊന്നും അറിയണം. വെട്ടി മൂടാൻ കഴിയും അവൾക്ക്. അച്ഛോ, അച്ഛൻ കാലി പിടിച്ചോണ്ട് മാത്രമാ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഇവരൊക്കെ സമ്മതിച്ചത്. എന്ന് വെച്ച് സെമിത്തേരിട്ട് പട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ? പോലീസിനെ അറിയിക്കണ്ടായോ? ഓ, എന്തിനാ പോലീസ്? ഇവിടെ എന്ത് വേണമെന്ന് സൈമ മുതലാളി ബ്രിട്ടോ മുതലാളി തീരുമാനിക്കും. അതേ നടക്കൂ. അവൾക്ക് പറ്റില്ലെങ്കിൽ പറയച്ചോ, തമിഴന്മാരെ കൊണ്ടുവന്ന് വെട്ടി മൂടിച്ചോളാം ഞങ്ങള്. പക്ഷേ ഈ നിമിഷം ഇറക്കി വിടണം. പുറം ലോകം കാണിക്കാത്ത സാധനത്തെ. ഒരു പെങ്കൊച്ചിനെ അങ്ങനെ തെരുവിൽ ഇറക്കി വിടാൻ പറ്റുമോ? അല്ലേ അപ്പച്ചാ? ജോണി, നിന്നോട് ആരും അഭിപ്രായം ചോദിച്ചില്ല. അപ്പന്റെ മോൻ തന്നെ. നേരം വെളുക്കുമ്പോ അവിടെ ശരീരം കാട്ടുമൃഗങ്ങൾ കടിച്ചു കയറിയാൽ കർത്താവാണ് അച്ഛൻ ഞങ്ങളുടെ വിധം മാറും. പിടിച്ചിറക്കി വിടച്ചവളെ. അല്ലേ ഇപ്പൊ അടക്കാൻ പറയവളോട്. അടക്കാൻ ഞാൻ ശവം കൂടി കടിച്ചു കയറാൻ ഇനി ഒരൊറ്റ നായ്ക്കൾക്ക് വിട്ടുകൊടുക്കില്ല ഞാൻ അമ്മച്ചിയെ. എന്ന് പറഞ്ഞാലെങ്ങനെയാ? ഇതിനൊരു തീരുമാനം വേണ്ടായോ? അടക്കാതെ പറഞ്ഞില്ലേ? ഒരു മൃതദേഹത്തിനെ അല്ല, നിങ്ങൾ എല്ലാവരും കൂടി തെമ്മാടിക്കുഴിയിലേക്ക് ഒരു പാവത്തിനെ. പാടോ. എന്താടാ ജോണി, വീട്ടിൽ പോകുന്നില്ലേ? ആ, പോവാ. നമ്മൾ വല്ല മണ്ടത്തരം കാണിച്ചു. വരട്ടെ, നോക്കാം. വാ.
കാര്യത്തിൽ നല്ല വിഷമമുണ്ട് കൊച്ചെ. സഹായിക്കണമെന്നുണ്ട്. എന്ത് ചെയ്യാനാ? നാലാൾ കാണാൻ പറ്റില്ലല്ലോ എനിക്ക്. കള്ളും കുടിച്ച് അന്ത്യസമയത്ത് വരുന്ന നിന്നെയൊന്നും ആഗ്രസിന്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. ആണൊരുത്തൻ കൂടെ വേണമെന്നുമില്ല. അയാള് കെട്ടിയ മിന്നിന്റെ ഈ ധൈര്യം മതി എനിക്ക് ജീവിക്കാൻ. ഇറങ്ങിപ്പോടാ, അല്ലെങ്കിൽ മുളക് വെള്ളം കലക്കി ഒഴിക്കും ഞാൻ. എന്തുവാ കൊച്ചി ഇത്ര ആലോചിക്കുന്നത്? ഇറങ്ങിപ്പോടാ, നീ മുളക് വെള്ളം കലക്കി ഒഴിക്കും ഞാൻ. മിടുക്കി, അമ്മയുടെ മോള് തന്നെ. നിന്റെ അമ്മച്ചിക്ക് ധൈര്യത്തിന് കഴുത്തിലൊരു മിന്നുണ്ടായിരുന്നു. ഒഴിഞ്ഞ കഴുത്തുമായിട്ട് എത്ര കാലം നീ ഇവിടെ പിടിച്ചു നിൽക്കുമെന്ന് കാണണം. അമ്മച്ചിയുടെ ഗതി തന്നെയായിരിക്കും നോക്ക്. ഓർത്തോ. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായേ പറ്റൂ. ആ, ഞാൻ സഭക്കാരെ ഒന്ന് കാണട്ടെ. എൻ്റെ രക്ഷയാണ് അച്ഛൻ്റെ മനസ്സിലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് കരുതിക്കോളൂ. എൻ്റെ അപ്പച്ചൻ പോയപ്പോൾ ശവക്കുഴി എടുക്കുന്ന പണി എൻ്റെ അമ്മച്ചി ഏൽപ്പിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞില്ല, അയിത്തമുള്ള ശരീരമാണ് നിന്റെ രക്ഷയെന്ന്. ഇന്ന് ഞാനും ആ രക്ഷയിലാണ്. മറിയക്കുട്ടിയുടെ ജീവിതം ഇനി എങ്ങനെ? ഇത് മതി. വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോയ വഴിയുന്ന അമ്മച്ചി പിന്നെ തിരിച്ചു വരാതിരുന്നത്. അടുക്കളയിൽ ഒന്നുമില്ല അച്ഛൻ. എൻ്റെ ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ
കുറച്ച് അരിയും സാധനങ്ങളൊക്കെ വേണമായിരുന്നു. ഓ അതെ തോമാച്ചോ പോയി ആളെ മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലാവാതെ അപ്പൊ പിന്നെ എന്താ വേണം ഞാൻ പറഞ്ഞു തരണോ? അമ്മച്ചി വന്നാ പടിക്ക് മേളി കയറില്ലായിരുന്നു. വേറെ ആൾക്കാരൊക്കെ വരുന്നതാണ്. എന്താ വേണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് എടുത്തു തരാം. താഴോട്ടിറങ്ങി നാട്ട്. കൊച്ചുമലയാളി കറിയാച്ചോ ഓയ് പുറം ലോകം കാണാത്ത പലരും പുറത്തിറങ്ങിയിരിക്കുകയാണല്ലോ. നമ്മുടെ സഹായം വല്ലതും വേണോ ആവോ? വലിയ തന്റെ ഇടക്കാരിയാ മലയാളി. അമ്മച്ചിയെ തോപ്പിക്കും. തോപ്പിച്ച് തെമ്മാടിക്കുഴി ചെന്ന് വിടായിരുന്നാ മതി. അതേ എനിക്കും പറയാനുള്ളൂ. വെട്ടി മൂടാൻ പോലും ആളില്ല. ഒരു കത്തിയെടുത്ത് സഞ്ചി കയറ്റി വെച്ചാ എല്ലാം തെരഞ്ഞൊന്നും കരുതരുത്. അത് എടുക്കാൻ മറക്കുന്ന ഒരു ദിവസം വരും. അന്ന് എല്ലാം തീരും. എന്റെ കറിയാച്ച ഇതിനെയൊക്കെ കണ്ട ആ ദിവസം പോക്ക. മുതലാളി സൈമോ മുതലാളി എവിടെ? അപ്പച്ചൻ കറിയാച്ചൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് വിളിച്ചേ, ഞാൻ കണ്ടേച്ചു വരാം. ഇതൊന്ന് വരോ വെച്ചേ. അല്ല എൽസമ്മോ, നിക്കടി അവിടെ. നിന്റെ അമ്മച്ചെ ഞാൻ കണ്ടിരുന്നു ഇതേപോലത്തെ അവസ്ഥയില്. അന്ന് നീ കൊച്ച മുതലാളി. ഞാൻ മുതലാളിക്കടി ഇറങ്ങിയതാ. അപ്പഴേ ഇവിടെ വഴി വെച്ച് കണ്ടത്. പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കായിരുന്നു ഞാൻ. അത് നല്ലതാ. അന്ന് ഇവളുടെ അമ്മച്ചിക്ക് ഒരു ജോലി കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. എന്നിട്ട് എന്തായി? ഓ എന്താവാനാ, ആരുടെ കൈക്ക് തീർന്നു, അത്ര തന്നെ. ഒരു കാര്യം ചെയ്യും, ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ നോക്ക്. ആദ്യം ഈ തെമ്മാടിക്കുഴിയിലെ ജീവിതം മതിയാക്കി ഗസ്റ്റ് ഹൗസിലേക്ക് വാ. ഞാൻ തരാ നിനക്കൊരു പണി. അല്ലാതെ അമ്മച്ചിയെ പോലെ ഒളിച്ചോടാൻ നോക്കരുത്. എവിടേക്ക് ഒളിച്ചോടില്ല ഞാൻ. ഇവിടെ തന്നെ ജീവിക്കുകയും ചെയ്യും. ജീവിക്കാൻ പറ്റുന്നത് വരെ. മുതലാളി വിഷമിക്കണ്ട, നമുക്കിത് ശരിയാക്കാന്നേ. പിന്നുള്ളത് എവിടെ പോവാനാ? നമുക്ക് തോട്ടത്തിൽ പോവാം. കേറ് വണ്ടിയില്. കറിയോ ഇതും പോവോ? ഇല്ല മുതലാളി. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല എനിക്ക് ജീവിക്കണം. മരണങ്ങളുണ്ടായാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. സഹായിക്കില്ലേ? എന്റെ പ്രാർത്ഥന കേൾക്കണേ മാധവേ. മറിയക്കുട്ടി, ആ കഥ ഒന്ന് തുറക്കോ. കഥ തുറക്ക മറിയക്കുട്ടി. പുറത്ത് നിന്ന് ആരെങ്കിലും കാണുമെന്നേ. എന്താ കാര്യം? അതെ, ഇന്ന് ആ കടയിൽ വെച്ച് ഞാനെന്തോ പറഞ്ഞു. ക്ഷമിച്ചുകള കേട്ടോ. എനിക്ക് മറിയക്കുട്ടിയുടെ ദേഷ്യമൊന്നുമില്ല, ഭയങ്കര ഇഷ്ടാ. എന്നും മറിയക്കുട്ടിയുടെ കൂടെ ഞാനുണ്ടാവും. എങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരൂ. പറ, എന്തും സാധിച്ചു തരും ഞാൻ. പറ. എൻ്റെ കഴുത്തിലൊരു മിന്നു കെട്ടി കൂടെ താമസിപ്പിക്കൂ. നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിച്ചോളാം ഞാൻ. പറ്റില്ലല്ലേ? പറയ്, എന്നെ കേട്ടോ? ഞാൻ കേട്ടാ.
എന്താ മരല അയ്യോ നമുക്കിവിടുന്ന് പോവാം. ഇനി ഇവിടെ ഈ ശവം കൂടി ഇത് കേട്ടിട്ട് വരും. ഞാൻ കെട്ടാം. ഞാൻ ആൻഡോയാ, കൊലക്കേസ് പ്രതിയാ. ഇന്ന് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങേയുള്ളൂ. കൊല്ലാനാണെങ്കിലും കൂടെ ജീവിക്കാനാണെങ്കിലും ആൻഡോയ്ക്ക് ഇരുട്ടിന്റെ കൂട്ട് വേണ്ട. ഒരു മിന്നു കെട്ടി തരും. ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യും. എന്താ സമ്മതാണോ? അല്ലേ? സമ്മതാണേലും അല്ലേലും നാളെ പകൽ വെളിച്ചത്തിൽ ഞാൻ വരും നിന്നെ കെട്ടാൻ. ഒരുപാട് ആൾക്കാരുടെ ശല്യത്തെക്കാളും ഏതെങ്കിലും ഒരുത്തൻ്റെ ഭാര്യയായി അവനെ അങ്ങ് സഹിക്കുകയാണ് നല്ലത് മോളെ. കല്യാണം 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 മറിയ കുട്ടിക്ക് കല്യാണം 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 ചുള്ളനായിട്ടുണ്ടല്ലോ.
പാലില്ലായിരുന്നു. ജയിലിന് പുറത്താണേലുള്ള ശീല. ഒരു ദിവസത്തേക്കായിട്ട് എന്തിനാ തെറ്റിക്കുന്നല്ലേ? എവിടേക്കാ? ഞാൻ പോവാ. എങ്ങോട്ടാ? ചായക്കട വെച്ചാ ആ സൈമൺ മുതലാളിയില്ലേ, മുതലാളി വെച്ച പന്തയാ. പന്തയത്തിൽ അങ്ങേര് വാങ്ങിച്ചെന്നയാ. നിന്റെ കഴുത്തിൽ ആ കിടക്കുന്നേ ഈ പൈന്റും. അത് നീ എടുത്തോ. നിനക്ക് ആദ്യത്തെ അനുഭവം എനിക്ക് മനസ്സിലായി. എനിക്ക് ആദ്യത്തെ അല്ല. ഒരു ദിവസം കൂടുതൽ ഒരു വീട്ടിലും തങ്ങാറുണ്ട്. പിന്നെ കഷ്ടകാലത്തിന് നിനക്ക് വയറ്റി പിടിച്ച ഈ ആൻഡോയെ തേടി വന്നേക്കരുത്, കേട്ടല്ലോ? എന്റെ ഓർമ്മയ്ക്ക് നീ ആ കൊച്ചിനെ അങ്ങ് വളർത്തിക്ക് വന്നേ. നീ അങ്ങ് വളർത്തിക്കോ. എനിക്ക് അപ്പച്ചനില്ലേ അമ്മച്ചി? എന്ന് വരും? വരും. മോള് ഇത് കഴിക്കും. വേണ്ട. ഞാൻ കേട്ട് മോള് ചോദിക്കുന്നത്
എന്തിനാ പാവത്തിനെ പറ്റിക്കുന്നത്? ആൻഡ്രു ഇനി വരത്തില്ലെന്ന് പറഞ്ഞ പോരെ കൊച്ചെ? മോളെ എന്താവശ്യത്തിനും ഞാനില്ലേ? എന്റെ മോളെ വളർത്തണമെന്ന് എനിക്കൊരു വാശിയുള്ളതുകൊണ്ട് മാത്രം താൻ ഇപ്പോഴും ജീവിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ നീ പിന്നെ എന്നെ കൊലത്തും. അമ്മച്ചി പിന്നെ മില്ലും കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരുന്നോ? മോളെ ആഗി, മോളെ 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 എടാ സാത്താനെ, നീ എന്റെ മോളെ കണ്ടോ? കണ്ടു. ഞാൻ അവനോട് മുട്ടായി വാങ്ങിച്ചിരുന്നു വെച്ചു, പക്ഷെ എനിക്ക് വാങ്ങിച്ചതില്ല. പക്ഷെ കുട്ടിയെ കൂട്ടി കൊണ്ടുപോയി. അവൻ വാങ്ങിച്ചിട്ടില്ല. ഇറങ്ങിക്കോ. ഇതിനെ തെമ്മാടിക്കുഴി തള്ളാനാണോ കർത്താവേ വിധി? സ്വന്തം അമ്മച്ചിയുടെ കുഴിയാ ഇനി അവള് തോണ്ടേണ്ടത്. അമ്മച്ചിയുടെ കല്ലറ വിളിച്ച് മകളെ അടക്കേണ്ടി വരുന്ന ഒരു ഗതികേട്.
മറിയക്കുട്ടി വാച്ചർ കറിയാ കുഴിച്ചിട്ടാൽ വീണ്ടും വീണ്ടും മുളക്കും, വീണ്ടും വീണ്ടും മുളക്കും. അതാ ഞാൻ ഈ വെള്ളത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടേ ഇനി മുളക്കൂല. മറിയക്കുട്ടി വരുന്ന ഇപ്പൊ വെള്ളത്തിന് നല്ല തണുപ്പാ. എന്റെ വിശപ്പ് മാറി. കുരിശിന്റെ ചില്ലയിൽ ഉറങ്ങുവാൻ ചെന്നായോടനുവാദം ചോദിച്ചു. കാൽവരി കയറുമ്പോൾ അക്കൽ ദാമയിൽ പൂക്കുന്ന പെൺപൂക്കൾ എൻ തിരുമുറിവിൽ കണ്ണീരെണ്ണ വീഴ്ത്തുന്നു. എൻ ഹൃതിമുറിവിൽ കണ്ണീരെണ്ണ വീഴ്ത്തുന്നു. അക്കൽ ദാമയിൽ പൂക്കുന്ന പെൺപൂക്കൾ എൻ തിരുമുറിവിൽ കണ്ണീരെണ്ണ വീഴ്ത്തുന്നു. എൻ ഹൃതിമുറിവിൽ കണ്ണീരെണ്ണ വീഴ്ത്തുന്നു. തുടലു പൊട്ടിച്ചു വരുന്ന ഭ്രാന്തമാം അലർച്ച കാർമുകിൽ അരിച്ചിറങ്ങുന്നു. തുടലു പൊട്ടിച്ചു വരുന്ന ഭ്രാന്തമാം അലർച്ച കാർമുകിൽ അരിച്ചിറങ്ങുന്നു. വേരുകൾ കത്തും ജ്വാലയിൽ പൂക്കൾ വിങ്ങി വെന്തു നീറുമ്പോ മണ്ണിലേക്കുള്ള മടക്കയാത്രയിൽ ജലവിഷാദങ്ങൾ കനിവു തേടുന്നു. ഉയിർ വേർപെട്ടൊരുടലുമായി കാലം അകന്നു